Question: find the constant k such that the following is a probability density function. F of x is equal to k into x by 3 plus 1 by 2, 2 less than or equal to x less than or equal to 4 and 0 elsewhere. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഒരു PDF ആവണമെങ്കിൽ കെയുടെ വാല്യൂ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ PDF-ൽ നിന്ന് ഈ കെയുടെ അൺനോൺ ആയിട്ടുള്ള കോൺസ്റ്റന്റ് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ PDF-ന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് നമുക്കറിയാം ടോട്ടൽ PDF is always equal to 1. ടോട്ടൽ PDF എപ്പോഴും 1 ആയിരിക്കും. അപ്പൊ ടോട്ടൽ PDF എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എക്സിന്റെ കംപ്ലീറ്റ് റേഞ്ചിൽ നമ്മൾ എഫ് ഓഫ് എക്സിനെ PDF-നെ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 എന്നുള്ള ആൻസർ കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് നമ്മളെ എഫ് ഓഫ് എക്സ്? നമ്മളെ എഫ് ഓഫ് എക്സ് ഇവിടെ k ഇൻറ്റു എക്സ് ബൈ 3 പ്ലസ് 1 ബൈ 2 ആണ് അല്ലെ. അതിന് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് അതിന്റെ കംപ്ലീറ്റ് റേഞ്ചിൽ. ഇവിടെ കംപ്ലീറ്റ് റേഞ്ച് 2 to 4 ആണ്. ബാക്കി എല്ലാവരുടെയും എഫ് ഓഫ് എക്സ് 0 ആണ്. അപ്പോൾ 2 to 4 എന്ന് പറയുന്ന റേഞ്ചിൽ നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ടുള്ള k ഇൻറ്റു എക്സ് ബൈ 3 പ്ലസ് 1 ബൈ 2 dx ചെയ്താൽ നമുക്ക് 1 എന്ന് പറയുന്ന ആൻസർ ആണ് കിട്ടുന്നത്. അപ്പൊ k എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ട് നിൽക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അയാളെ നമുക്ക് ഇന്റഗ്രലിന്റെ പുറത്തേക്ക് വെക്കാം. അപ്പൊ k ഇൻറ്റു ഇന്റഗ്രൽ 2 to 4 എക്സ് ബൈ 3 പ്ലസ് 1 ബൈ 2 dx is equal to 1. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക നോക്കാം. k ഇൻറ്റു അല്ലെ എക്സ് ബൈ 3നെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ 1 ബൈ 3നെ നമുക്ക് മാറ്റി നിർത്താം. 1 ബൈ 3 ഇൻറ്റു എക്സ് ആണ് ആക്ച്വലി ഇത് അല്ലെ. അപ്പൊ 1 ബൈ 3 ഇൻറ്റു എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് അടുത്തത് 1 ബൈ 2 ആണ്. 1 ബൈ 2 ഇസ് എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 ബൈ 2 ഇൻറ്റു എക്സ് എന്നാണ് കിട്ടുന്നത് ബിറ്റ്വീൻ ലിമിറ്റ്സ് 2 to 4 ആൻഡ് ദ വാല്യൂ ഈസ് ഈക്വൽ ടു 1 അല്ലേ. അപ്പോൾ ഇതിനെ നമുക്കൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. ദറ്റ് ഈസ് k ഇൻറ്റു ഇതിനെ എക്സ് സ്ക്വയർ ബൈ 6 എന്ന് എഴുതാം പ്ലസ് എക്സ് ബൈ 2 ബിറ്റ്വീൻ ലിമിറ്റ്സ് 2 to 4 ഇസ് ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് ഇവിടെ കെക്ക് എക്സിന് അതിന്റെ അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള 4 കൊടുക്കാം, ദെൻ ലോവർ ലിമിറ്റ് ആയിട്ടുള്ള 2 കൊടുക്കാം. അപ്പൊ എന്താ വരിക നോക്കാം. k ഇൻറ്റു എക്സിന് ആദ്യം 4 കൊടുക്കണം. അപ്പൊ 4 സ്ക്വയർ 16 ബൈ 6 പ്ലസ് ഇവിടെ എക്സിനും 4 കൊടുക്കുന്നു 4 ബൈ 2 മൈനസ് എക്സിന് ലോവർ ലിമിറ്റ് ആയിട്ടുള്ള 2 കൊടുക്കുകയാണ്. അപ്പൊ 2 സ്ക്വയർ ബൈ 4 ആണ്, അത് 6 ആണ്. അപ്പൊ 4 ബൈ 6 എന്ന് വരുന്നു പ്ലസ് 2 ബൈ 2 എക്സ് ബൈ 2 ആണ്. അപ്പൊ ഇവിടെ 2 ബൈ 2 എന്ന് വരുന്നു. ദിസ് ഇസ് ഈക്വൽ ടു 1 ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് k ഇൻറ്റു 16 ബൈ 6 ആണ്, ദറ്റ് ഇസ് 8 ബൈ 3 പ്ലസ് 4 ബൈ 2 എന്ന് പറഞ്ഞാൽ 2 അല്ലേ, മൈനസ് 4 ബൈ 6 ഇവിടെ വന്നിരിക്കുന്നു, ദറ്റ് ഈസ് 2 ബൈ 3 മൈനസ് ബ്രാക്കറ്റ് മാറ്റിയപ്പോൾ മൈനസ് 2 ബൈ 2 എന്ന് പറയുന്നത് 1 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് ഇതാ വന്നിരിക്കുന്നത് k ഇൻറ്റു 8 ബൈ 3 മൈനസ് 2 പ്ലസ് 2 മൈനസ് 2 ബൈ 3 പ്ലസ് 2 മൈനസ് 2 ബൈ 3 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ മൈനസ് ചെയ്യാം. അപ്പോൾ 8 ബൈ 3 മൈനസ് 2 ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് 6 ബൈ 3 എന്ന് വരുന്നു. പ്ലസ് 2 മൈനസ് 1 ചെയ്യുമ്പം നമുക്ക് പ്ലസ് 1 എന്നും വരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഓർ k ഇൻറ്റു 6 ബൈ 3 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1 ഓർ k ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 1 എന്നാണ് വരുന്നത് ഓർ k ഇസ് ഈക്വൽ ടു 1 ബൈ 3. അപ്പം ഇതാണ് നമ്മളെ PDF-ൽ നമ്മൾ കണ്ട കോൺസ്റ്റന്റ് കെയുടെ വാല്യൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ കോൺസ്റ്റന്റ് a such that the following is a probability density function. f of x is equal to ax 0 less than or equal to x less than 5. a into 10 minus x if 5 less than or equal to x less than 10 and 0 elsewhere. Also find probability of x less than 6,
probability of x greater than or equal to 6, probability of 2.5 less than x less than 7.5. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ അത് PDF ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ PDF ആണെങ്കിൽ a എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി ടോട്ടൽ PDF is equal to 1. That is integral over x f of x dx is equal to 1 എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സിന് കംപ്ലീറ്റ് ആയിട്ട് ഒരേ റേഞ്ച് അല്ല ഉള്ളത്. ഓരോ റേഞ്ചിലും ഓരോ എഫ് ഓഫ് എക്സ് ആണ് ഇവിടെ ഉള്ളത്. അതായത് 0-ന്റെയും 5-ന്റെയും ഇടയിലാണ് എക്സിന്റെ വാല്യൂ എങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് എ എക്സ്. എക്സിന്റെ വാല്യൂ 5-ന്റെയും 10-ന്റെയും ഇടയിലാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് എ ഇൻറ്റു 10 - x. ബാക്കി എല്ലാവിടെയും 0 ആണ്. അപ്പം നമ്മൾ എക്സിന്റെ റേഞ്ചിനെ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം എഴുതാൻ. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 5 f of x dx പ്ലസ് ഇന്റഗ്രൽ 5 to 10 f of x dx that is equal to 1 എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 5, 0-ന്റെയും 5-ന്റെയും ഇടയിൽ എഫ് ഓഫ് എക്സ് എന്താണ് എ എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 5 to 10, 5-ന്റെയും 10-ന്റെയും ഇടയിൽ എഫ് ഓഫ് എക്സ് ഇസ് എ ഇൻറ്റു 10 - x dx ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള എനെ നമുക്ക് ഇന്റഗ്രലിന്റെ പുറത്തേക്ക് വെക്കാം. അപ്പോൾ എന്താ വരിക നോക്കാം. അപ്പോൾ എ ഇൻറ്റു ഇന്റഗ്രൽ 0 to 5 x dx പ്ലസ് എ ഇൻറ്റു ഇന്റഗ്രൽ 5 to 10 - x dx ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എ ഇൻറ്റു എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് x²/2 എന്ന് വരുന്നു ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 5 പ്ലസ് എ ഇൻറ്റു ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 10 ഇസ് എ കോൺസ്റ്റൻറ്റിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം 10x മൈനസ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും x²/2 എന്ന് വരുന്നു ബിറ്റ്വീൻ ലിമിറ്റ്സ് 5 and 10 and this is equal to 1. ഇനി നമുക്ക് അതിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കേസിൽ എ ഇൻറ്റു അപ്പർ ലിമിറ്റ് 5 ആണ്. എക്സിന് 5 കൊടുക്കുമ്പോൾ 5² / 2 ദറ്റ് ഈസ് 25/2 എന്ന് ഇവിടെ വരുന്നു പ്ലസ് എ ഇൻറ്റു ഇവിടെ വരുമ്പോൾ ഞാൻ ആദ്യം എക്സിന് അതിൻ്റെ അപ്പർ ലിമിറ്റായിട്ടുള്ള 10 ആണ് കൊടുക്കുന്നത് മൈനസ് ലോവർ ലിമിറ്റായിട്ടുള്ള 5 കൊടുക്കും. അപ്പം എക്സിൻ്റെ സ്ഥാനത്ത് 10 കൊടുക്കുമ്പം 10 × 10 അല്ലെ 10x എന്ന് പറയുമ്പോൾ 10 × 10 100 എന്ന് വരുന്നു മൈനസ് ഇവിടെ എന്ത് വരുന്നു x² ദാറ്റ് ഈസ് 10² / 2 ദാറ്റ് ഈസ് 100/2 എന്നാണ് വരുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് 50 മൈനസ് നമ്മളിവിടെ എക്സിന് 5 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ 10x എന്നുള്ളവിടെ 10 × 5 50 എന്ന് വരുന്നു മൈനസ് എക്സിന് 5 കൊടുക്കുമ്പോൾ ഇവിടെ 25 x² എന്നുള്ളവിടെ 25/2 എന്നും വരും 25 divided by 2 that is equal to 1 or a into 25/2 plus a into ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് മാറ്റാം 100 minus 50 minus 50 plus 25/2 is equal to 1 or a into 25/2 plus ഇവിടെ നോക്കുമ്പം minus 50 minus 50 is minus 100. 100 minus 100 പറഞ്ഞാൽ ഇവിടെ 0 ആയിപ്പോയി. ബാക്കി ഇവിടെ എന്തേ ഉള്ളൂ a into 25/2 is equal to 1 അല്ലേ or a into 25. a into 25/2 plus a into 25/2 is a into 25. That is equal to 1 എന്ന് കിട്ടിയിട്ടുണ്ട് or a is equal to 1/25. അപ്പോൾ ഇതാണ് നമ്മളുടെ കോൺസ്റ്റന്റ് a കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കോൺസ്റ്റന്റ് a കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ PDF-നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം PDF f of x is equal to ax എന്നുള്ളവിടെ x/25 in the range 0 less than or equal to x less than 5. അതുമാതിരി അടുത്ത റേഞ്ച് 10 minus x divided by 25 എന്ന് എഴുതാം in the range 5 less than or equal to x less than 10 and it is 0 elsewhere. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ f of xനെ എഴുതുന്നത്.
അപ്പോൾ എഫ് ഓഫ് എക്സിനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലത്തെ ഓരോ പ്രോബ്ലങ്ങൾ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 6 എന്നാണ് അല്ലേ. അപ്പോൾ വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 6? ഇത് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എഫ് ഓഫ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ആണ് ചെയ്യേണ്ടത്. ഏത് റേഞ്ചിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? എക്സിൻ്റെ വാല്യൂ, നമ്മൾ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ 6-നെക്കാട്ടും കുറവാവണം. അപ്പോൾ 6-നെക്കാട്ടും കുറവാവുക പറഞ്ഞാൽ 6-നെക്കാട്ടും കുറഞ്ഞ് മിനിമം എവിടെ വരെ പോവാം? -∞ വരെയാണ് പോകാൻ പറ്റുന്നത്. അപ്പം എക്സ് ലെസ് ദാൻ 6 എന്ന് പറഞ്ഞാൽ -∞ to 6 എന്നാണ് റേഞ്ച് എടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ -∞ മുതൽ നമ്മൾ 6 വരെ തുടർച്ചയായിട്ട് ഒരേ റേഞ്ച് അല്ല വരുന്നത് അല്ലേ. -∞ മുതൽ 0 വരെ എഫ് ഓഫ് എക്സ് 0 ആണ്. പിന്നെ 0 മുതൽ 5 വരെ എഫ് ഓഫ് എക്സ് എന്താണ്? x/25 ആണ്. ആൻഡ് 5 മുതൽ 6 വരെ അത് 10 - x/25 ആണ്. അപ്പം നമ്മൾ റേഞ്ചിനെ നമ്മൾ എന്ത് ചെയ്യണം? 3 പീസുകളായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാനാണ് പോകുന്നത്. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ -∞ to 0 എഫ് ഓഫ് എക്സ് dx. ഇതുവരെ എടുത്തു. പിന്നെ ഏതാണ്? 0 to 5 ഇൻ്റഗ്രൽ 0 to 5 എഫ് ഓഫ് എക്സ് dx. പിന്നെ അടുത്തത് 5 to 6 ഇൻ്റഗ്രൽ 5 to 6 എഫ് ഓഫ് എക്സ് dx. അങ്ങനെ 3 പീസുകളായിട്ട് നമ്മൾ ഇൻ്റഗ്രലിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എഴുതുന്നത്. ഇപ്പോൾ ഓരോ പീസ് നോക്കുമ്പം ഇൻ്റഗ്രൽ -∞ to 0 എന്ന് പറയുന്ന ആ റേഞ്ചിൽ എഫ് ഓഫ് എക്സ് എന്താണ്? 0 ആണ്. 0 dx പ്ലസ് ഇൻ്റഗ്രൽ 0 to 5. അപ്പോൾ 0 to 5 എന്ന് പറയുന്ന റേഞ്ചിൽ എഫ് ഓഫ് എക്സ് എന്താണ്? ഇറ്റ് ഈസ് x/25 dx പ്ലസ് 5 to 6 അല്ലേ. 5 കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റേഞ്ച്? എന്താണ് എഫ് ഓഫ് എക്സ്? 10 - x/25 dx. ഇതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പം ഇത് ഫസ്റ്റ് ടേം എന്തായിപ്പോയി? 0 ആയിപ്പോയി. അപ്പോൾ രണ്ടാമത്തെ ടേമിൽ 1/25 നമുക്ക് പുറത്തേക്ക് വെക്കാം. അപ്പോൾ എക്സിനെയാണ് എനിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? x²/2 ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 5 പ്ലസ് ഇവിടെയും 1/25 നമുക്ക് പുറത്തേക്ക് വെക്കാം. അപ്പോൾ എനിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളത് 10 - x ആണ്. 10നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? 10 is a constant. അപ്പോൾ 10നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 10x എന്ന് വരും. മൈനസ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴോ x²/2 എന്ന് വരും. ബിറ്റ്വീൻ ലിമിറ്റ്സ് 5 and 6. ദറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ റേഞ്ച് കൊടുക്കുകയാണ് 1/25 ഇൻറ്റു അപ്പർ ലിമിറ്റ് 5 ആണ്. അപ്പം ദറ്റ് ഈസ് 5² 25/2 എന്നിവിടെ വരുന്നു. പ്ലസ് 1/25 ഇൻറ്റു ഇവിടെ റേഞ്ച് കൊടുക്കുമ്പോൾ ആദ്യം എക്സിന് ഞാൻ 6 ആണ് കൊടുക്കുന്നത്. അപ്പോൾ 10 × 6 60 മൈനസ് 6² ദറ്റ് ഈസ് 36/2 18 എന്ന് വരുന്നു. മൈനസ് എക്സിന് ഞാൻ 5 ആണ് കൊടുക്കുന്നത്. 10 × 5 50 മൈനസ് 5² 25/2 ആണ് വരുന്നത്. ഇവരെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 17/25 എന്നുള്ളത്. ഇതാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. അടുത്ത ചെയ്യേണ്ട പ്രോബ്ലം പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ 6-നെക്കാട്ടും ഗ്രേറ്റർ ആവുക എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 6 to ∞ എഫ് ഓഫ് എക്സ് dx എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാം. പക്ഷേ നമുക്കൊരു റിസൾട്ട് അറിയാം. ഇപ്പോൾ പി ഓഫ് എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ഈക്വൽ ടു 1 - പി ഓഫ് എ എന്ന് പറഞ്ഞിട്ടൊരു റിസൾട്ട് അറിയാം. അതായത് ഇപ്പം നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 6 എന്ന് പറയുന്ന പ്രോബബിലിറ്റി കണ്ടുപിടിച്ചു. അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയിരിക്കുന്നത് 17/25 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഇവൻറ്റിൻ്റെ നേരെ കോംപ്ലിമെൻ്റ് ആയിട്ട് വരുന്ന ഇവൻ്റാണ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ക്യാൻ ബി റിട്ടൺ ആസ് 1 - പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 6 ഇങ്ങനെ എഴുതാം ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു 1 - പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 6 is 17/25. ദറ്റ് ഈസ് ഈക്വൽ ടു
25 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്, -17 ഡിവൈഡഡ് ബൈ 25 എന്ന് വരുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 8/25. അതാണ് ഇവിടുത്തെ ആൻസർ നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് 2.5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7.5 എന്നുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇത് കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റഗ്രൽ 2.5 to 7.5 ആ റേഞ്ചിൽ എഫ് ഓഫ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പം ഇൻ്റഗ്രൽ 2.5 to 7.5 എഫ് ഓഫ് എക്സ് ഡി എക്സ്, ഇതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2.5 എന്ന് പറയുമ്പം ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ വരും, ഇവിടെ വരും അല്ലേ 2.5 എന്ന് പറയുമ്പം. ആൻഡ് 7.5 എന്ന് പറയുമ്പം ഇവിടെ 7.5 ഇവിടെ വരും. അപ്പം നമുക്ക് 2.5 മുതൽ 7.5 എന്ന് വരുന്ന റേഞ്ചിലാണ് എഫ് ഓഫ് എക്സിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ 2.5 മുതൽ 7.5 വരെ ഒരേ എഫ് ഓഫ് എക്സ് അല്ല നമുക്ക് വരുന്നത് അല്ലേ. 2.5 മുതൽ 5 വരെയാണ് എഫ് ഓഫ് എക്സ് x/25. 5 കഴിഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്തായി? 10 - x/25. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഈ റേഞ്ചിനെ നമുക്ക് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം എഴുതാൻ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 2.5 ടു ഏത് വരെയാണ്? 5 വരെ അല്ലേ. 5 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 5 to 7.5 എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനെ നമ്മൾ രണ്ടെണ്ണാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതി. ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 2.5 to 5. ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ എഫ് ഓഫ് എക്സ് എന്താണ്? x/25 ആണ്. ദിസ് ഈസ് x/25 ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 5 to 7.5 ആ റേഞ്ചിൻ്റെ ഉള്ളിൽ എഫ് ഓഫ് എക്സ് എന്താണ്? 10 - x ഡിവൈഡഡ് ബൈ 25 ഡി എക്സ്. ഇതിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 1/25 ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇത് ഞാൻ 1/25 പുറത്തേക്ക് എടുത്ത് വെച്ചു. അപ്പം എക്സിനെയാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x²/2 എന്നാണ് കിട്ടുന്നത്. ബിറ്റ്വീൻ ലിമിറ്റ്സ് 2.5 and 5 പ്ലസ് ഇവിടെയും 1/25 പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ 10നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ 10x എന്ന് കിട്ടും. മൈനസ് ബാക്കിയുള്ളത് എക്സ് ആണ്. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x²/2 എന്ന് വരുന്നു. ബിറ്റ്വീൻ ലിമിറ്റ്സ് 5 and 7.5. ഇനി നമ്മൾ റേഞ്ചുകൾ കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റേഞ്ച് കൊടുക്കുമ്പോൾ 1/25 ഇൻറ്റു ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു 5² ഡിവൈഡഡ് ബൈ 2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2.5² ഡിവൈഡഡ് ബൈ 2 ഇവിടെ അല്ലേ. പ്ലസ് ഇവിടെ 1/25 ഇൻറ്റു ഇവിടെ അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള 7.5 ആണ് ആദ്യം ഞാൻ എക്സിന് കൊടുക്കുന്നത്. 10 ഇൻറ്റു 7.5 മൈനസ് 7.5² ഡിവൈഡഡ് ബൈ 2 മൈനസ് എക്സിന് ഇനി ലോവർ ലിമിറ്റ് ആയിട്ടുള്ള 5 കൊടുക്കുന്നു. അപ്പം എന്താ വരുന്നത്? 10 ഇൻറ്റു 5 മൈനസ് x², ദാറ്റ് ഈസ് 5² ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0.75 എന്നുള്ള വാല്യൂ ആണ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ, ദ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ദാറ്റ് ഈസ് CDF of a random variable capital X is given by capital F of X is equal to 0 if X is less than 0, x/4, 0 less than or equal to X less than 1, x² plus 1/8 if 1 less than or equal to X less than 2, 5/8 if 2 less than or equal to X less than 5, x/8 if 5 less than or equal to X less than 8, and 1 if X greater than or equal to 8. Find probability of 3 less than X less than 6. അടുത്തത് probability of 1 less than or equal to X less than 7. And third question, PDF of X. അപ്പം ഇതുവരെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ CDF ആണ് തന്നിരിക്കുന്നത്. CDF തന്നിട്ട് നമ്മളോട് 2 പ്രോബബിലിറ്റി കാണാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ PDF കാണാൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പം CDF തന്നിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഡയറക്റ്റായിട്ട് PDF കണ്ട ശേഷം പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വഴിയുണ്ട്. നമ്മളിപ്പം CDF പഠിച്ചപ്പോൾ CDFൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോബബിലിറ്റി ഓഫ് A <x <b വരികയാണെങ്കിൽ ലെസ് ദാനോ ഈക്വൽ ടു ഒക്കെ ആവാം. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് f of b മൈനസ് f of a എന്ന് എഴുതാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഈ പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോബബിലിറ്റി നമുക്ക് കാണേണ്ടത് പ്രോബബിലിറ്റി ഓഫ് 3 <x <6. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടി പ്രകാരം ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് f of b മൈനസ് f of a, ദാറ്റ് ഈസ് f of 6 മൈനസ് f of 3 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ f of 6 എന്താണ് എന്ന് നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം അല്ലേ. f of 6 വരുന്നത് എവിടെയാണ്? 5ൻ്റെയും 8ൻ്റെയും ഇടയിൽ, ഇവിടെയാണ്, ഈ ഇൻ്റർവെലിൻ്റെ ഉള്ളിലാണ് നമുക്ക് 6 വരിക അല്ലേ. അപ്പോൾ f of 6 വരുമ്പോൾ എന്താണ് ക്യാപിറ്റൽ f of x വന്നിരിക്കുന്നത്? x/8 ആണ്. അതായത് 6 വന്നാൽ എന്തായിരിക്കും? 6/8 ആയിരിക്കും ഇവിടെ വരും. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 6/8 മൈനസ് വാട്ട് ഈസ് f of 3? f of 3 വരുന്നത് എവിടെയാണ്? 2ൻ്റെയും 5ൻ്റെയും ഇടയിലാണ് അല്ലെ. എവിടെയാണ് 3 വന്നിട്ടുണ്ടാവുക? അപ്പോൾ ഇവിടെ 5/8 ആണ് വരുന്നത്. അപ്പോൾ ദിസ് ഇസ് 5/8. So the answer is 6/8 minus 5/8. It is 1/8. നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് 1 less than or equal to x less than 7. പ്രോബബിലിറ്റി ഓഫ് 1 less than or equal to x less than 7. അപ്പോൾ എങ്ങനത്തെ വന്നാലും, ലെസ് വന്നാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നാലും എല്ലാം നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് f of 7 മൈനസ് f of 1 എന്ന് നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ f of 7 കാണണം. അപ്പോൾ f of 7 എവിടുന്നാണ് കാണാൻ പോകുന്നത്? ഇതാ 5ൻ്റെയും 8ഉം ഈ ഇൻ്റർവെലിൻ്റെ ഉള്ളിലാണ് 7 വരുന്നത്. അപ്പോൾ 7 വരുമ്പം എന്തായിരിക്കും f of x? x വന്നാൽ x/8. അപ്പോൾ f of 7 വന്നാൽ ദിസ് ഇസ് 7/8. ദിസ് ഇസ് ഈക്വൽ ടു 7/8 മൈനസ് f of 1 ആണ്. f of 1ന് ഈ രണ്ടെണ്ണത്തിൽ ഏതിൽ വേണിച്ചാൽ കൊടുക്കാം, രണ്ടും സെയിം ആൻസർ ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇത് x/4 ആണ്. f of 1 വരുമ്പം x/4, അതായത് 1 വരുമ്പം 1/4 ആണ് വരുന്നത്. ദിസ് ഇസ് 1/4 അല്ലേ. ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, 28 മൈനസ് 8 ഡിവൈഡഡ് ബൈ 32 എന്ന് എഴുതാം. അപ്പോൾ ദാറ്റ് ഈസ് 20 ഡിവൈഡഡ് ബൈ 32 എന്ന് വരുന്നു. ഓർ 4 ക്യാൻസൽ ചെയ്താൽ 5/8 എന്നാണ് ഇവിടെ നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, അതായത് ഇതിൻ്റെ PDF കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ നമുക്ക് CDF തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെയാണ് PDFനെ കണ്ടുപിടിക്കുന്നത്? അത് നമ്മൾ CDFൻ്റെ പ്രോപ്പർട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്. ഇഫ് x is a continuous random variable, then its PDF small f of x is equal to d/dx of ക്യാപിറ്റൽ f of x. അതായത് CDFനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി വിത്ത് റെസ്പെക്ട് ടു x. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? PDF കിട്ടും. അപ്പോൾ നമുക്ക് PDF നമ്മളിവിടെ എഴുതാൻ പോവുകയാണ്. PDF സ്മോൾ f of x is equal to, ഇതിലത്തെ ഓരോ റേഞ്ചിലുള്ളവരെയും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം d/dx of 0 that is equal to 0 when x is less than 0. അടുത്തത് വരുമ്പോഴോ d/dx of x/4. x/4നെ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1/4 when 0 less than or equal to x less than 1. പിന്നെ അടുത്തത് d/dx of x² plus 1 divided by 8 ആണ് വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x²നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം 2x വരും, പ്ലസ് 1നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 ഡിവൈഡഡ് ബൈ 8 എന്ന് വരും. ഓർ ദിസ് ഇസ് x/4 എന്ന് നമുക്ക് പറയാം. ഏത് റേഞ്ചിലാണത്? when 1 is less than or equal to x less than 2. ഇനി അടുത്തത് d/dx of 5/8. 5/8 എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ വരിക? 0. ഏത് റേഞ്ചിലാണ്? when 2 less than or equal to x less than 5. ആൻഡ് ലാസ്റ്റ് അല്ല, d/dx of x/8 എന്നാണ് വരുന്നത്.
അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത 1. അപ്പോൾ ദിസ് ഇസ് 1/8 when 5 is less than or equal to x less than 8. And last one, d by dx of 1. 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 is a constant, 0 എന്നുള്ള ആൻസർ കിട്ടും when x is greater than or equal to 8. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? PDF-നെ കണ്ടുപിടിക്കും. അപ്പോൾ ഓർക്കുക, CDF തന്നിട്ട് PDF കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അയാളെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓരോ റേഞ്ചിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണ്. ഫൈൻഡ് ദ PDF of the random variable x if its CDF is given by f of x is equal to 0 if x is less than or equal to 0, x square by 4, 0 less than x less than or equal to 1, minus 1/8 x square plus 3/4 x minus 3/8 if 1 less than x less than or equal to 2, 1/8 plus 1/4 x if 2 less than x less than or equal to 3, and 1 if x is greater than 3. അപ്പോൾ നമ്മൾ PDF കാണുകയാണ്. PDF കാണാനുള്ള മെത്തേഡ് നമുക്കറിയാം. PDF small f of x is equal to d by dx of capital F of x. അപ്പോൾ ഓരോ റേഞ്ചിലും ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഹിയർ f of x is equal to, നമ്മൾ ഓരോ റേഞ്ചിൽ ചെയ്യാണ്. ആദ്യം d by dx of 0 which is equal to 0 if x is less than or equal to 0. അടുത്തത് d by dx of x square by 4 ആണ് വരുന്നത്. അപ്പോൾ x സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. ദാറ്റ് ഈസ് x by 2 എന്ന് വരും. ഏത് റേഞ്ചിൽ? 0 ലെസ് ദാൻ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അടുത്തത് നമ്മൾ d by dx ഓഫ് മൈനസ് 1/8 x സ്ക്വയർ പ്ലസ് 3/4 x മൈനസ് 3/8 ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 1/8 ഇൻറ്റു എക്സ് സ്ക്വയർ ആകുമ്പം 2x പ്ലസ് 3/4 ഇൻറ്റു എക്സ്. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 എന്ന് വരുന്നു. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് x/4 പ്ലസ് 3/4 എന്ന് എഴുതാം. ഏത് റേഞ്ചാണത്? 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇനി അടുത്ത റേഞ്ച് d by dx ഓഫ് 1/8 പ്ലസ് 1/4 x എന്ന് വരുന്നു വിച്ച് ഇസ് ഈക്വൽ ടു 1/8നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ അതൊരു കോൺസ്റ്റൻ്റ് ആണ്, 0 എന്ന് കിട്ടും. പ്ലസ് 1/4 x 1/4 ഇൻറ്റു എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 1/4 ഇൻ ദ റേഞ്ച് 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ആൻഡ് ലാസ്റ്റ് വൺ d by dx ഓഫ് 1 that is equal to 0 in the range x greater than 3. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? PDF കണ്ടുപിടിച്ചത്.